നമ്മളെപ്പോഴും വസ്തു വിറ്റതിന് ശേഷമുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ച് മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഇതേ വസ്തു വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലോസ് ആണ് സംഭവിച്ചെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ വിറ്റ വസ്തു ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേ വർഷത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റിന്റെ മുകളിലുള്ള ലാഭത്തിലേക്ക്, അത് ലോങ് ടേം ആകാം ഷോർട്ട് ടേം ആകാം, ആ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറെ ക്യാപിറ്റൽ ഗെയിൻസ് ഒന്നും ഇല്ല എങ്കിൽ ഇതേ ലോസിനെ നിങ്ങൾ അടുത്ത 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതും അടുത്ത 8 വർഷങ്ങളിൽ വരുന്ന ഗെയിൻസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി ഇതേ ഗെയിൻ നിങ്ങൾക്ക് ലോങ് ടേം ആണെങ്കിൽ നിങ്ങൾക്ക് ആ വർഷത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ വർഷത്തിൽ മറ്റു വസ്തുക്കൾ വിറ്റുള്ള ഗെയിൻ, ലോങ് ടേം ഗെയിൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതും 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതും അടുത്ത 8 വർഷത്തിൽ വരുന്ന ഏതെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഈ ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഡ്യൂ ഡേറ്റിന്റെ അകത്ത് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാകുന്നു. ഇല്ലാത്ത പക്ഷം, അതായത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയാൽ നിങ്ങൾക്ക് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല.